ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് 51 സങ്കീർത്തനം അതിൻ്റെ 10 വാക്യമാണ്. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ. ദാവീദ് രാജാവിൻ്റെ അനുതാപത്തിൻ്റെ ഒരു സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. ദാവീദ് ദൈവത്തോട് ഇവിടെ നിലവിളിക്കുകയാണ്. താൻ ചെയ്തുപോയ കുറ്റത്തെ ഓർത്തിട്ട്, താൻ ചെയ്തുപോയ പാപത്തെ ഓർത്തപ്പോൾ തൻ്റെ ഹൃദയത്തിൽ കുറ്റബോധവും സങ്കടവും വിഷമവും പശ്ചാത്താപവും ഒക്കെ വന്നിട്ട് ദൈവസന്നിധിയിൽ താൻ നിലവിളിക്കുകയാണ്. ദൈവത്തോട് പറയാണ്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ. ഈ വാക്യത്തിലൂടെ ദാവീദ് 2 കാര്യമാണ് ദൈവത്തോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തോട് യാചിക്കുന്നത്, ദൈവത്തോട് അപേക്ഷിക്കുന്നത്. ദൈവത്തോട് താൻ പറയാണ്, ദൈവമേ, എനിക്കൊരു നിർമ്മലമായ ഹൃദയം തരണം. എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് ശുദ്ധീകരിക്കണം. എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് കഴുകണം. എൻ്റെ ഹൃദയത്തിലെ പാപചിന്തകളെ നീ ഒന്ന് മാറ്റിക്കളയണം. എനിക്കൊരു നിർമ്മല ഹൃദയം, എനിക്കൊരു നല്ല ഹൃദയം, ഒരു ക്ലീനായിട്ടുള്ള ഹൃദയം എനിക്ക് വേണമെന്ന് ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുകയാണ്, നിലവിളിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, പാപം നമ്മുടെ ഹൃദയത്തെ, ആമേൻ, ഹാലേലൂയ, അത് കറയുള്ളതാക്കി തീർക്കും. ആ കറ മാറണമെങ്കിൽ യേശു കർത്താവിൻ്റെ രക്തത്തിന് മാത്രമേ ശുദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആ ഹൃദയത്തിൻ്റെ കറ മാറണമെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിക്കണം. ഇവിടെ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദാവീദ് നിലവിളിക്കുകയാണ്. ദാവീദിനു മനസ്സിലായി, ദൈവം എന്നെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ എനിക്ക് നിത്യതയിലെത്താൻ പറ്റത്തില്ലെന്നുള്ള ബോധ്യം തൻ്റെ ഉള്ളിൽ വന്നപ്പോൾ താൻ സകലതും മറന്നിട്ട് ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവത്തോട് പറയുന്നു, നിർമ്മല ഹൃദയം എനിക്ക് തരണം, മനസ്സൊരുക്കുന്ന ആത്മാവിനാൽ എന്നെ താങ്ങണം, സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണം. പ്രിയ ദൈവജനമേ, നാം ഈ മരുഭൂമിയിലായിരിക്കുമ്പോൾ ഏതു നേരത്തും നമ്മുടെ ജീവിതത്തിൽ കറ പറ്റാൻ വരും. എന്നാൽ നാം എങ്ങനെ അതിനെ അതിജീവിക്കുന്നു, എങ്ങനെ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നാം രക്ഷപ്പെട്ടു പോകണമെന്ന് ദൈവത്തിൽ നാം ആശ്രയിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ ദാവീദ് പറയുന്നു, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് വേണം. കർത്താവെ, എന്നിൽ സൃഷ്ടിക്കണേ എന്നാണ് പറയുന്നത്. സൃഷ്ടിക്കണേ എന്ന് പറയുമ്പോൾ പഴയതിനെ മാറ്റി കളഞ്ഞിട്ട് പുതിയതിനെ സൃഷ്ടിക്കണം, ഉണ്ടാക്കിയെടുക്കണം. ദൈവത്തിന് മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. നാം 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17 വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുകയാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പുതുതാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട്. സ്വന്തം രക്തത്താൽ നമ്മുടെ പാപത്തിന് വേണ്ടി ആ കാൽവറിയുടെ ഉന്നതങ്ങളുമേ യാഗമായ കർത്താവ്, നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ അവൻ മാത്രമേ കഴിവുള്ള കർത്താവുള്ളൂ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഇത് മറന്നു പോകരുത്. നാം ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ, നിലവിളിക്കുമ്പോൾ, പാപം ചെയ്തു പോയി കർത്താവേ എന്ന് ഏറ്റുപറയുമ്പോൾ, എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവേ എന്ന് പറയുമ്പോൾ, ആ കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ കഴുകി നമ്മെ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദാവീദിൻ്റെ പിന്നോട്ടുള്ള കാര്യം നാം ഓർക്കുമ്പോൾ, ദാവീദ് പാപം ചെയ്തായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചപ്പോൾ ദൈവം ദാവീദിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ്. തെറ്റ് ചെയ്യാഞ്ഞിട്ടല്ല, തെറ്റിൽ അകപ്പെട്ടു പോയി ദാവീദ്. എന്നാൽ ദാവീദ് അതറിഞ്ഞപ്പോൾ
നാഥാൻ പ്രവാചകൻ ചെന്ന് തൻ്റെ കുറ്റം തെളിയിച്ചു പറഞ്ഞു കൊടുത്തപ്പോൾ താൻ നിലവിളിക്കുവാൻ തയ്യാറായി, ദൈവത്തോട് യാചിക്കുവാൻ തയ്യാറായി, ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് താൻ ആഗ്രഹിച്ചു. സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമെന്ന് താൻ പറഞ്ഞു. ആ പറഞ്ഞ ദാവീദിനെ ദൈവം വിടുവിച്ചിട്ട്, ദൈവം ഹൃദയം മാറ്റിയിട്ട് പുതിയ ഹൃദയം കൊടുത്ത്, ഹിതപ്രകാരമുള്ള, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയത്തക്കവണ്ണം ദാവീദിനെ ദൈവം ഒരുക്കിയെടുത്തു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യെഹെസ്കേൽ പ്രവാചകനിലൂടെ 11-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിൽ ആക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ കർത്താവ്, ഹല്ലേലൂയ, ആമേൻ, ഒരു ഹൃദയത്തെ മാറ്റിയിട്ട് പുതിയൊരു ഹൃദയം അവിടെ സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകും. നമ്മുടെ ഉള്ള ഹൃദയത്തെ മാറ്റിയിട്ട് വേറെ ഹൃദയം വയ്ക്കുമെന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഹൃദയത്തിനൊരു ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ, ഹൃദയത്തിനൊരു ഹല്ലേലൂയ മാറ്റം വരുത്തണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്നത് എന്താണെന്ന് പോലും ആർക്കും അറിയത്തില്ല. നമ്മുടെ വിചാരങ്ങളെ ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവം, നമ്മുടെ നടപ്പും നമ്മുടെ പ്രവൃത്തിയും കാണുന്ന ഒരു ദൈവം, ആ ദൈവത്തിനറിയാം നാം എന്തു ചിന്തിക്കുന്നു, നാം എന്തു നിരൂപിക്കുന്നു. ഇവിടെ ദാവീദ് ചെയ്ത കുറ്റം ആർക്കും അറിയത്തില്ലായിരുന്നു. ദാവീദ് പാപം ചെയ്തത്, ആമേൻ, ഹല്ലേലൂയ, വേറെ ഒരു വ്യക്തികൾക്കും മനസ്സിലായില്ല. എന്നാൽ ദൈവം അതറിഞ്ഞു. ദൈവം നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നീ പോയി പറയണം. അങ്ങനെയാണ് ദാവീദിന് തൻ്റെ കുറ്റം ദൈവം അറിഞ്ഞു, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി മനസ്സിലാക്കിയെന്ന് പോലും അറിയുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് ആരെ മറച്ചും എന്തും ചെയ്യാം. നമുക്ക് എന്തു വേണമെങ്കിലും ഏത് നേരത്തും നമുക്ക് ചിന്തിക്കാം. ആ ചിന്തിക്കുന്നത് ഈ ഭൂമിയിലെ ആർക്കും അറിയത്തില്ല. നാം ഹൃദയത്തിൽ നിരൂപിക്കുന്നത് ഈ ഭൂമിയിലെ ആർക്കും മനസ്സിലാവത്തില്ല. എന്നാൽ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ള ദൈവം സകല മനുഷ്യരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ഒന്നും മറയ്ക്കാൻ പറ്റത്തില്ല. സകലതും അവൻ്റെ കണ്ണിൻ്റെ മുൻപിൽ നഗ്നവും മലർന്നവുമായി കിടക്കുകയാണ്. ആ ദൈവവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ ലോകത്തിലെ മനുഷ്യരെ നമുക്ക് മറയ്ക്കാൻ പറ്റും. എന്നാൽ ഇവിടെ ദാവീദ് പറയുന്നത് അതുതന്നെയാണ്. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. എൻ്റെ പഴയ ഹൃദയത്തെ അതൊന്ന് പറിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട്, ഒന്ന് ശുദ്ധീകരിച്ചിട്ട്, ഒന്ന് കഴുകിയിട്ട്, അവിടുത്തെ രക്തത്താൽ കഴുകുമ്പോൾ ആ പാപക്കറ മാഞ്ഞു പോവാനിടയായി തീരും. പുതിയ ഹൃദയം സൃഷ്ടിക്കണം, പുതിയൊരാത്മാവിനെ എന്നിൽ പുതുക്കണമെന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, നിലവിളിക്കുന്നത്. ദൈവത്തിൻ്റെ ജനമേ, ഹല്ലേലൂയ, നാം എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, പുതിയ മനുഷ്യനെ നാം ധരിക്കണം. ആ പുതിയ മനുഷ്യന് ചില പ്രത്യേകതകളുണ്ട്.
അവിടെ പറയുന്നു, സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. ദൈവത്തിൻ്റെ ജനമേ, കറ പറ്റിയതല്ല, പാപം നിറഞ്ഞതല്ല, അസൂയ നിറഞ്ഞതല്ല, കപടം നിറഞ്ഞതല്ല. ഇതെല്ലാം മാറ്റിയിട്ട് സത്യത്തിൻ്റെ ഫലമായ നീതിയുള്ളത്, വിശുദ്ധിയുള്ളത്, ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടത്, ആ പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന് അപ്പോസ്തലൻ നമ്മോടിവിടെ പറയാണ്. ആകയാൽ ഫോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇതെല്ലാം നമ്മെ കേൾപ്പിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായി, ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ പ്രവൃത്തി നടക്കണം. ദൈവം നമ്മെ ഓരോ നിമിഷവും ശുദ്ധീകരിക്കണം. ദൈവത്തോട് അതുകൊണ്ട് പ്രാർത്ഥിക്കുവാനിടയായിത്തീരണം. ഇവിടെ ദാവീദ് പാപം ചെയ്തപ്പോൾ അത് തനിക്ക് മനസ്സിലായപ്പോൾ, തനിക്ക് ദൈവം മനസ്സിലാക്കി കൊടുത്തപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നാം ഇവിടെ വായിച്ചത്. പാപക്ഷമയ്ക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുകയാണ്. രക്ഷയുടെ സന്തോഷം തിരികെ കിട്ടുവാൻ വേണ്ടിയാണ് താൻ പ്രാർത്ഥിക്കുന്നത്. ഹൃദയത്തിലുണ്ടായിരുന്ന കപടതയും ഹൃദയത്തിലുണ്ടായിരുന്ന പാപചിന്തകളെയെല്ലാം കഴുകിയിട്ട് ഒരു പുതിയ ഹൃദയം, സ്നേഹമുള്ള ഒരു ഹൃദയം, നിർമ്മലമായ ഒരു ഹൃദയം തനിക്ക് വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഇത് നാം കേൾക്കുമ്പോൾ, കർത്താവ് നമ്മെ ഒന്നുകൂടി ഇത് കേൾപ്പിച്ച് തരുമ്പോൾ, നാം ദൈവസന്നിധിയിൽ ഒന്നുകൂടെ താണിട്ട് കർത്താവിനോട് നാമും പറയുവാനിടയായിത്തീരണം. കർത്താവെ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ. ഈ ലോകത്തിൻ്റെ യാതൊന്നിലും എൻ്റെ കണ്ണോ ഹൃദയമോ ഒന്നും കുടുങ്ങിപ്പോവാൻ ദൈവമേ നീ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരണം. റോമാലേഖനത്തിൽ 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. മനസ്സ് പുതുക്കുവാനിടയായിത്തീരണം. നിർമ്മല ഹൃദയം ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. ദൈവസന്നിധിയിൽ നിന്ന് നാം ആ സ്ഥിരമായൊരാത്മാവിനെ കർത്താവെ തരണേന്ന് പറയുവാനിടയായിത്തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമ്മെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തോട് പറയാം, കർത്താവെ, ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും പറയാം, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവസന്നിധി നാം താണിരിക്കുമ്പോൾ, ദൈവത്തോട് നാം നമ്മുടെ കുറ്റങ്ങളെ ഏറ്റുപറയുമ്പോൾ, കുറവുകളെ ഏറ്റുപറയുമ്പോൾ, കർത്താവ് നമ്മോട് ക്ഷമിച്ചിട്ട് ആ കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ കഴുകി നമ്മെ ശുദ്ധീകരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാനപാത്രമാക്കി, അനേകർക്ക് പ്രയോജനമുള്ള ഒരു പാത്രമാക്കി, അനേകർക്ക് ആശ്വാസം പകരുന്ന ഒരു പാത്രമാക്കി, അനേകരുടെ ശൂന്യതകളെ മാറ്റുന്ന ഒരു പാത്രമാക്കി ദൈവം നമ്മെ തീർത്തെടുക്കുവാനിടയായിത്തീരും. ആ കർത്താവിൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമായി നാം തീരുവാനിടയായിത്തീരണം. സൽപ്രവൃത്തികൾക്കായിട്ട് അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണെന്നുള്ള ബോധ്യത്തോടെ നാം ഈ ഭൂമിയിൽ ജീവിക്കുവാനിടയായിത്തീരണം. ദൈവം ആഗ്രഹിക്കുന്ന പോലെ അവൻ പാപം ചെയ്യാതെ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നാം കുടുങ്ങിപ്പോകരുത്. അവൻ നമ്മെ ചതിക്കുന്നവനാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളോട് നാം എതിർത്തു നിൽക്കുന്നവരായിത്തീരണം. അതുകൊണ്ട് ദൈവസന്നിധി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കർത്താവേ, ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ നിർമ്മലമായ ഒരു ഹൃദയമുള്ളവരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ.
ഈ വചനം കേൾക്കുന്ന മക്കളെ കർത്താവ് ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.